നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പാമ്പും തേളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം എടുത്ത് കളഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അകത്ത് ചെളിയും പിന്നെ നമ്മുടെ പഴയ ചാണകവും അതിൻ്റെ ഇതെല്ലാം കൂടെ അടിഞ്ഞ് ഇത് വെള്ളം അടിയിൽ ലീക്കുള്ള കാരണത്തേക്കിന് വെള്ളം വലിഞ്ഞിട്ട് ഇത് മാത്രം കട്ടിയായിട്ട് അകത്ത് കിടക്കുകയാണ്. പഴയ ചാണകവും കാര്യങ്ങളെല്ലാം അകത്ത് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 6-7 അടി പൊക്കത്തിന് മേളിലുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് മേളിലേക്ക് വിസ്താരമൊക്കെ നല്ല. ഈ എടുക്കുന്ന ഈ പഴയ ചാണകത്തിൻ്റെയും ഇതൊക്കെ അടിപൊളി വളമാണ് ചെടിയൊക്കെ നടാനായിട്ട്. അതിൻ്റെ അകത്തുനിന്ന് എടുത്തിരുന്നത് നമ്മൾ ഇവിടെ തന്നെ തൊട്ടടുത്താണ് വണ്ടി എടുത്ത് കളഞ്ഞ് ഇനി അതൊന്ന് അകമൊന്ന് തൂത്ത് റെഡിയാക്കി അകത്ത് ഈ പാച്ച് വർക്കൊക്കെ ചെയ്യണം. സിമെൻ്റൊക്കെ ഇട്ടൊന്നുകൂടെ ഒന്ന് ഈ ഹോളൊക്കെ ഉണ്ടാവും. ഈ പഴയ വേരൊക്കെ വന്നിട്ട് അത് സിമെൻറ്റ് തള്ളിപ്പോരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ തൂത്ത് വഴിച്ച് എടുത്ത് അവിടെ എല്ലാം സിമെൻറ്റ് വെച്ച് അതെല്ലാം ചെയ്ത് ഗ്രൗട്ടൊക്കെ കലക്കി അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ലീക്ക് വരും. ഇതപ്പോൾ നമുക്ക് കാപ്പിയായിട്ട് വന്ന ആൾ ഈ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത് ഇതെല്ലാം ക്ലീൻ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കരുതുകളൊക്കെ വന്നു. പിന്നെ ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു 10-30,000 ലിറ്ററിൻ്റെ മേളിലൊക്കെ വെള്ളം സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കൊള്ളും. നമ്മൾ ആദ്യം വെള്ളമൊക്കെ തളിച്ചിട്ട് സിമെൻറ്റ് നല്ല രീതിക്ക് ഉള്ളിടത്തെല്ലാം ഇട്ട് റെഡിയാക്കുന്നുണ്ട്. അത് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ആട്ടുംകാട്ടവും പിന്നെ പന്നിയുടെ ഒരു ചെറിയത് തുടങ്ങി. അപ്പോൾ പന്നിയുടെ എല്ലാം വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് ഗ്യാസ് പൂർണ്ണമായിട്ട് എടുക്കുന്നത് നിർത്തിയിട്ട് ബയോഗ്യാസിലോട്ട് മാറാനായിട്ടുള്ള പരിപാടിയില്ല. നമ്മുടെ ചേട്ടൻപുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പുള്ളി ഒരു സകലകല വല്ലവനെ എല്ലാ പണിയും അറിയാം. കാരണം പിന്നെ നമുക്ക് വെളിയിൽ നേരം